ഇത് ഇന്നലെ അല്ലാട്ടിൻ്റെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന കൊള്ളീന് കേട്ടോ നമ്മള്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഈ സാധനം ചുക്കുണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് ചുക്കുണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ആളുകൾക്ക് അത് സെർച്ച് ചെയ്താലൊന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെ കൊള്ളിപ്പൊടി ഉണ്ട്. കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ട് നമുക്ക് വാങ്ങിക്കുന്ന കൊള്ളിപ്പൊടിയൊന്നും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കൊള്ളി ഇത്രയ്ക്കുള്ള ഉണ്ടായില്ല. അപ്പം അല്ലാട്ടൻ എന്തായാലും ഇതാണെങ്കിലും ഇപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞതൊക്കെ പോവും, നാശമാവും. പറിച്ചില്ലെങ്കിൽ ഈ കൊള്ളിയൊക്കെ നാശമാവും. പെട്ടെന്ന് വെള്ളം കയറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ മെയ് മാസമല്ല ആയിട്ടുള്ളൂ. മെയ് മാസം സ്റ്റാർട്ടിങ് അല്ല ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല വെയിൽ കിട്ടും. അപ്പോൾ കൊള്ളി ഉണക്കാം. ഭയങ്കര കാനായി കണ്ട ഈ കൊള്ളി നോക്കിയേ. അപ്പോൾ നമ്മൾ ഈ കൊള്ളി സാധാരണ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാനൊന്നും ഇല്ല. ഇതേ കണ്ട സാധാരണ പോലെ തന്നെ തൊലി കളഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് തൊലി കളയാം. സരിത അടുക്കളയിൽ പണിയെടുക്കുക, കാലത്തുള്ള കഞ്ഞി വെക്കുക. അപ്പോൾ ഞാനത് തൊലി കളയട്ടെ. തൊലി കളഞ്ഞ് നമുക്ക് ചെത്താം. ഒപ്പിച്ച പോലെ ഞാനൊന്നും ഒപ്പിച്ചില്ല. ഈ പട്ടികളുടെ പേപ്പർ കയറിയിട്ടാണത്. അത് ഏത് പേപ്പറാന്നറിയോ? ചേട്ടന്റെ തലയിൽ വയ്ക്കണത്. തലയിൽ നിന്ന് ഉദ്ദേശിച്ചത് ഹെൽമെറ്റിന്റെ ഉള്ളിൽ ചേട്ടനൊരു പേപ്പർ വയ്ക്കും. അതിങ്ങനെ ചട്ടി പോലെ ഇരിക്കണ്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ. ആ ചട്ടി എടുത്ത് കളഞ്ഞിട്ട് വേറെ പുതിയ പേപ്പർ വയ്ക്കും. അപ്പം അങ്ങനെ ഏത് അയ്യോ അതെടുത്ത് വെച്ചില്ലേ? അതും കൊള്ളിയിൽ ഒരു കഷ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തോണ്ടയ്യാ? കൊള്ളി എടുത്ത് വെച്ചില്ല. അത് കൊള്ളി തൊട്ടിട്ടില്ല. ഇമ്രു വരുന്നുണ്ടോ നോക്കിയേ. എന്തെങ്കിലും അവൻ വല്ലതും എടുത്തോണ്ട് പോയി കടിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമ്മളെ നോക്കും. ചാർലിനെ ഒഴിഞ്ഞു കൊടുക്കണ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലേക്ക് വരും. ചാർലി കുട്ടി പാടി. ഇപ്പൊ ചാർലിനെ ഒഴിഞ്ഞു കൊടുക്കണ അവൻ കാണില്ല ഏട്ടാ. കണ്ടു കഴിഞ്ഞാൽ വരും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരവ് വരും കേട്ടോ പിന്നെ ഇടയിലേക്ക്. സുന്ദരൻ സുന്ദരാ സുന്ദരൻ കണ്ടില്ലേ അല്ലേ? അത് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ കൊഞ്ചിക്കാന്ന് മനസ്സിലായേ. ഇത് വരുന്നു പിന്നെ ഇടയിലേക്ക് വരും. ചാർലി 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 ചുഞ്ചിരി ഇവിടെ എണ്ണോ കേക്കില്ലേ? ഭയങ്കര രസമായിട്ട് രണ്ടുപേരും. വരുന്നില്ലേട്ടാ, വരുന്നില്ല. അത് നീ പറഞ്ഞത്, നീ അവനെ പറ്റിട്ട് കുറ്റം പറഞ്ഞില്ലേ? അത് ഈ അവൻ കേട്ടു. നിക്കണു എന്താ നിന്നെ വിളിച്ചപ്പോ എന്താ നീ വരാഞ്ഞേ? വിളിച്ചപ്പോ എന്താ വരാഞ്ഞെന്ന്? ഇത് വേരാ, ഈ കഷ്ണം വേരാ. അത് സാധനം വേര. വേരാ മാറിയ വാവ് മാറിയ നിന്റെ. അതിന് ഉണങ്ങാനായിട്ട് പറ്റുള്ളല്ലോ. അപ്പോഴത്തേക്ക് രണ്ടുപേരും കളിക്കുമ്പോ ഇവിടെ കൈ കൊള്ളുണ്ടാവേ. ചാർലി കളിച്ചിട്ട് പൊട്ടിയതാ. ഇവിടുന്ന് വെളുപ്പാക്കിക്കോട്ടാ. അത് ഞാൻ വെളുപ്പാക്കാം. ഞാനത് കഴിയട്ടെ. ഇതാരെങ്ങനെയാക്കിയേ? ഈ കടലാസ് ആരെങ്ങനെയാക്കിയത്? ഇമ്രാൻ ഇതാരെങ്ങനെയാക്കിയെന്ന്? ചെത്തിയിട്ട് കഴിക്കണ നല്ലതേ. ഇങ്ങനെ മണ്ണൊക്കെ കളയാം.
അങ്ങനെയല്ല, ഇത് ഇനി സാധാരണ പോലെ ഇതാക്കും. പിന്നീട് ട്യൂഷൻ ഫസ്റ്റ് ഡേ പോയിട്ട് മനസ്സിലാവണ്ട മാത്സ് ഒക്കെ? അതെ, ഈ ഒരാഴ്ചയായിട്ട് ശരിക്കും ട്യൂഷനെ 1-ാം തൊട്ട് തുടങ്ങിയതാ. ഇവൻ പോയിട്ടുണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ട് പോയി തുടങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പഠിപ്പങ്ങോട്ട് ജഗ്ഗിന് പഠിച്ച് ചോ എന്താവുക പോലെ ജഗ്ഗുക. 10ാം ക്ലാസ്സാണ്. ഞാനൊക്കെ പഠിക്കണ സമയത്ത് 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ കേട്ട് ഞാൻ തുടങ്ങും. അയ്യോ 10ലാണോ? ഇതൊരു കടമ്പയാണ്, ഇതങ്ങോട്ട് കടന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആൾക്കാർ പേടിപ്പിച്ചു തുടങ്ങും അല്ലേ? ചേട്ടൻ്റെ സമയത്തുണ്ടായിരുന്നു അങ്ങനെ? എന്നിട്ടാ 10ാം ക്ലാസ്സിലാന്ന് കേൾക്കുമ്പോ പേടിപ്പിക്കല് ഇല്ലാണ്ട് പിന്നെ? എൻ്റെ സമയത്തൊക്കെ എനിക്ക് മനസ്സിലാവില്ല ഇത് എന്തിനിങ്ങനെ പേടിപ്പിക്കണേ. സാധാരണ ഒരു ക്ലാസ് ഇത്ര നാളും കടന്നുപോയ പോലെ ഇതും തീരി കടന്നു പോലോ, പിന്നെ എന്തിനിങ്ങനെ വിചാരിക്കാറുണ്ട് ഞാൻ. എനിക്ക് ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? പഠിക്കാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. അറിയോ, പരീക്ഷ ആവാൻ തുടങ്ങിയപ്പോ എന്നും സ്വപ്നം കാണും ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ട് പരീക്ഷയ്ക്ക് പോണത്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഹോൾ ടിക്കറ്റ് ഇല്ല. എന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റാണ്ട് നമ്മളെ പുറത്തേക്ക് വിടണത്. അത് എന്നും സ്വപ്നം കാണും. ഭയങ്കര പേടിയായിരുന്നു. അതാണ് ഒരു പേടിയായിരുന്നു ഹോൾ ടിക്കറ്റ്. ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയിട്ടൊരു ഇത്, അത് കാണിക്കണം പരീക്ഷ എഴുതുമ്പോൾ. എഴുതണതിൻ്റെ ഇടയിൽ അത് ചെക്ക് ചെയ്യാൻ വരും. പിന്നെ നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാരല്ല സൂപ്പർവിഷന് നിൽക്കുന്നുണ്ടാവുക പരീക്ഷ എഴുതുമ്പോൾ. പബ്ലിക് എക്സാം അല്ലേ, പുറത്തെ വേറെ സ്കൂളിലത്തെ ടീച്ചേഴ്സാണ് വരാം. കാരണം ആ സ്കൂളിലത്തെ ടീച്ചേഴ്സ് തന്നെയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കോപ്പി അടിക്കാൻ. കാരണം സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടിയിട്ടേ, കൂടുതൽ മാർക്ക് കിട്ടുമ്പോഴും ഒറ്റ കുട്ടികൾ തോൽക്കാണ്ട് 100% വിജയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സ് തന്നെയാണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് കാരണം ഇങ്ങനെയാക്കണേ, ഇങ്ങനെയൊക്കെ ഉണങ്ങില്ലല്ലോ. അങ്ങനെ കനം കുറച്ച് ചെത്തിയാൽ ഉണങ്ങുള്ളൂ. അങ്ങനെ ചേട്ടാക്കാറ് മുന്നൊക്കെ അല്ല, കൊള്ളിയെങ്കിലും പെട്ടെന്ന് നന്നായി. ചേട്ടൻ്റെ അടുത്തൊക്കെ വല്ല കാര്യം പറയാൻ വരെ എന്നെ വേണതല്ലേ. അത് കനത്തിൽ കിടുന്നത് വേവില്ല ചേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ കൂട്ടാളൊക്കെ ഇട്ടിട്ട് വരാം. ഞാനും വരാം ചെത്തിയിടാൻ. കട്ടിംഗ് ബോർഡ് തന്നോ? ഇതെങ്ങനെയാണ് ചെത്താട്ടാ? ഇങ്ങനെ ചെത്തി ഇതാന്ന് സരിത പറയുന്നത് കണ്ട. ഉണ്ണി ആ കട്ടിംഗ് ബോർഡ് എടുത്തോണ്ട് ഇതേ കയ്യിൽ പിടിച്ചിട്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പലയാൻ വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ പിടിപിടുന്ന ഞാവും. കനം കൂടുതലല്ലേ? അതൊരു 3-4 ദിവസം വെയിലത്ത് വയ്ക്കണം. അപ്പോൾ ഉണങ്ങി പരിവായി കഴിഞ്ഞാൽ പൊടിപ്പിക്കുക. കഴിഞ്ഞു. ഇനി ഇത് വേഗം ഉണക്കടാം. ഇപ്പം നല്ല കാലത്ത് നല്ല വെയിലാണ്. പുറം കടച്ചു. വെയിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കാണ്ട് ഉണങ്ങും. നമ്മൾ പൊള്ളി പോവും. അതുപോലത്തെ വെയിലാ. ഒരു 5-6 ദിവസം കിട്ടി കഴിഞ്ഞാൽ മതി, നല്ലപോലെ ഉണങ്ങും. ഈ കൊള്ളിയിലെ ചുക്കുണ്ടില്ലേ, ഇത് നമുക്ക് എല്ലാവർക്കും പരീക്ഷയല്ല വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന പണിയാട്ടാ. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമ്മുടെ തെങ്കാശിയിലുള്ള മുരുകണ്ണനും കുമാരിയേച്ചിയും ഈ ചുക്കുണ്ട ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ്. പിന്നെ അവർ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല കൊള്ളിപ്പൊടി
കിട്ടാനില്ല. ഈ മായം ചേർത്ത കൊള്ളിപ്പൊടി കിട്ടുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു വരുന്നു. ടേസ്റ്റ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഡിമാൻഡ് ഇല്ലാണ്ടായില്ലേ. അപ്പോൾ അവർ നിർത്തി. അപ്പോൾ നമുക്ക് സ്വയം ഇങ്ങനെ കൊള്ളിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാണെങ്കിൽ ഈ ചുക്കുണ്ടായ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു തൊഴിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരെണ്ണം പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു വരുമാന മാർഗ്ഗവും. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. നമ്മുടെ കൊള്ളിയില്ലേ നോക്കിയാൽ ഇപ്പോൾ ഒരു 3-ാമത്തെ ദിവസം കേട്ടോ. അതേ ഉണങ്ങി പരിപാടി തുടങ്ങി കേട്ടോ. കുറഞ്ഞു, ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. ഒരു 2-3 ദിവസം കൂടി ഇതുപോലെ വെയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒന്നുകിൽ ഇവിടെ മിക്സിയിൽ പൊടിക്കാം, അല്ലെങ്കിൽ നമ്മൾ പൊടിപ്പീനോടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പൊടിപ്പിച്ച് തരുമെന്ന് അറിയില്ല. മഞ്ഞളൊക്കെ പൊടിപ്പിക്കുന്ന സ്ഥിതിക്ക് കൊള്ളിയൊക്കെ പൊടിച്ച് തരും. ഇത് കടച്ച് വലിയ പീസുകളല്ല നടന്ന, ഇതൊക്കെ ചെറുതായി. ഇതൊക്കെ നമുക്കിങ്ങനെ പൊട്ടിച്ചിടാം. കൊള്ളിയത്തെ ഈ വെള്ളം അങ്ങോട്ട് പറ്റി കഴിഞ്ഞാൽ പിന്നെ പിടിപിടുന്നതിന് ഉണങ്ങും. 24-ാം തീയതി തൊട്ട് കാലവർഷം തുടങ്ങുന്നൊക്കെ 27-ാം തീയതി തൊട്ടിട്ട് കാലവർഷം തുടങ്ങുമെന്ന് പറയുന്നു. അതിന് ചിലപ്പോൾ അതിന് മുന്നേ 4 ദിവസം മുമ്പ് തുടങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഉണക്കി പിന്നെ ഈ ഉണക്കി പൊടിപ്പിച്ചിട്ട് വേണം കൊള്ളിപ്പൂട്ടുണ്ടാക്കി കഴിക്കണമെങ്കിൽ. പൂട്ടല്ല, ചുക്കണ്ടി ഉണ്ടാക്കണം, പൂട്ടുണ്ടാക്കണം. അപ്പോൾ പങ്കെടുന്ന് ഉണങ്ങട്ടെ. കൊള്ളി 5 ദിവസം ഇട്ടിട്ട് 5 ദിവസം ഉണങ്ങി ഒരു പരുവായി. അപ്പോൾ ഈ പൊടിപ്പിക്കാൻ കൊണ്ട് പോകാം. കണ്ട സൗണ്ട് ഉണ്ടോ? സഞ്ചിയിലാക്കി ഇനി പൊടിപ്പിക്കാൻ കൊണ്ട് പോകണം. പൊടിപ്പിച്ച് വന്നിട്ട് നമുക്ക് ചുക്കണ്ടി ഉണ്ടാക്കാം. അതുണ്ട്. അപ്പോൾ അത് പൊടിപ്പിച്ച് കൊണ്ടുവരാം വേഗം. പൊടിപ്പിച്ച് കൊണ്ടു കേട്ടോ. ഞാൻ ഇതേ ഇത്രയ്ക്കുണ്ട്, ഒരു പാത്രം നിറച്ചില്ല അതിൻ്റെ അടുത്ത്. ഇനി ഇതോടൊക്കെ പൂട്ടുണ്ടാക്കണം. നമ്മൾ ചുക്കണ്ടിയാണ് ഇപ്പം ഉണ്ടാക്കാൻ പോണത്. 7 കൊല്ലം മുമ്പാണ് നമ്മൾ ചുക്കണ്ടി ഉണ്ടാക്കിയത് കേട്ടാ. 7 കൊല്ലമായില്ലേ ചെറുത്? 2018 മുരുകണ്ണനും കുമാരീച്ചും പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയത് ഓർമ്മയില്ല. അതെ, ഇവിടെ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ചു. നോക്കിയാൽ നമ്മുടെ ഈ മേശേരി പറമ്പ് നോക്കിയാൽ ഇവിടുത്തെ ഞങ്ങൾക്ക് 2 ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഫുള്ളേ മരം മുറിക്കുന്ന ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഭയങ്കര വെയിലാവും ഇവിടെ. ഒന്നുകിൽ വൈകുന്നേരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. കാരണം ഉച്ചവരയ്ക്ക് ഇവിടെ നല്ല സുഖമായിരുന്നു. ഇപ്പൊ ഈ കിണറിൻ്റെ അടുത്ത് കണ്ട മരങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ, ഇതൊക്കെ നിറച്ച് മുറിച്ചിട്ടൊക്കെ. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഈ മരമെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ച് പോവുകയാണ്. ഞാനിവിടെ നനയ്ക്കുന്നുണ്ട് കേട്ടാ. ഇതിലിപ്പോൾ അധികം പണികളൊന്നും ഇല്ല ചെയ്യാനായിട്ട്. ചുക്കണ്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചീഞ്ചിട്ടിരിക്കണം കേട്ടോ. അത് അടുപ്പത്ത് വയ്ക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കൊള്ളിപ്പൊടി, നമ്മുടെ പ്രകൃതിദത്തമായ കൊള്ളിപ്പൊടി നമുക്ക് എന്തോരം കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും, ഒരളവില്ല. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നിറച്ച് കൊള്ളിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്താ ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടത്. ജഗ്ഗുവിന് നല്ല കേട്ടാ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇതാ. മുളക് പൊടി. പിന്നെ നമ്മുടെ ചുക്ക് പൊടിയാണിത്. ചുക്ക് പൊടി ഏകദേശം അതിൻ്റെ അത്രയ്ക്ക് തന്നെ ചുക്ക് പൊടി കേട്ടാ. ചുക്ക് പൊടി ഇട്ടു. പിന്നെ ഇതെന്ത് ഉപ്പിണ് കേട്ടോ. ഉപ്പിടണം. ഇതിലേക്ക് ഇനി വേറെ പൊടി വരും. ഇത്തിരി ഉപ്പ് ഇത്തിരി കൂടിയുണ്ട്, കുഴപ്പമില്ല. ചിലപ്പോൾ ഉപ്പിട്ടു. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇളക്കണം കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട. ഇതിങ്ങനെ ഒരു ഈ മതിലിന്റെ അടിയിൽ ഒരു പൊത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരാ? ഒരപ്പനാവും. ലയിപ്പിച്ചു. ഇപ്പം നല്ല ചുക്കിൻ്റെ മണമുണ്ട്. ഇനി നമ്മൾ അടപ്പത്ത് വയ്ക്കാൻ പോകണം കേട്ടോ. തീ കത്തിക്കിട്ടായി തന്നെ കത്തിപ്പിടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി തുടങ്ങിയപ്പോൾ ഈ സാധനം കണ്ട കട്ടിരിക്കാൻ തുടങ്ങിയിട്ടാ. ഇത് ഒരു റബ്ബറും പശ പോലെയാവും കേട്ടോ. ഇതിപ്പോൾ
മറ്റേ ഇതുമിലാണെങ്കിൽ സുഖമായിട്ട് ആക്കാൻ പറ്റും. ഏത് നമ്മുടെ അടുപ്പില്ലേ, അടുപ്പിലാക്കിയാൽ മതിയായിരുന്നില്ലേ? അല്ല മറ്റേ അടുപ്പ്, ഏത് അടുപ്പ്? ആ കുഴപ്പമില്ല. ഇതേക്കണ്ട ഇങ്ങനെ ചെയ്യിട്ടാ ഒരു പശ പോലെ ഇല്ലേ, ഇനി ഇറക്കാം. ഈ അടുപ്പം വേഗാവും താങ്ങ ഇറക്കി വെച്ചുകൂട്ടാ. ചൂടാറണ്ട, അതിന് മുന്നേ വേറെ പണി ചെയ്യാം. ഈ അങ്ങനെ നിൽക്കണം. തീ കണ്ട, ഇത് പശ പോലെ ഇല്ലേ, ഇതിന് നമുക്ക് ഒരു കിണ്ണത്തിരിക്കാൻ എടുക്കാം കേട്ടാ, ഒരു പാത്രത്തിരിക്കും. നമ്മൾ കുറേ വട്ടം ഉണ്ടാക്കി പരാജയപ്പെട്ട സാധനം അത്. ആ അതിൽ നീ ഉണ്ടാവും. ഞാൻ ചൂടാറട്ടെ കേട്ടാ. ഈ സാധനം ഒരുവിധം ചൂടാറിയിട്ട് അപ്പോൾ ഇരിക്കേ ഇനി ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളിപ്പൊടിനെ കൊള്ളിപ്പൊടി ഇതിലേക്ക് ഇടാം കേട്ടാ. ഇത് കുഴയ്ക്കാൻ പോവാണ് നമ്മൾ. ഇപ്പോൾ 2-3 ടീസ്പൂൺ നിറച്ചാണ്ട് ഇട്ടു കേട്ടാ. ഇത് കൈ കൊണ്ട് കുഴയ്ക്കണം നമ്മൾ. വെള്ളം എന്ന് പറഞ്ഞ സാധനം നമ്മൾ തൊടിപ്പിക്കരുത്. കുറച്ച് വരുമ്പോൾ പൊടി നമ്മൾ വിചാരിക്കും, പൊടി ഇടുമ്പോൾ അയ്യോ അത് കൂടുതലാണെന്ന് വിചാരിക്കും പൊടി. അപ്പോൾ ആ പശ പോയുള്ള സാധനത്തിൽ നമ്മൾ കൊള്ളിപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഈ പരിവാക്കി മാറ്റിയിട്ടാ. വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. മനസ്സിലായില്ലേ? സദ്യക്ക് മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ആക്കല്ല. ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതിനെ ഇതിനെ ഒരു കാര്യം ചെയ്യും. ബോളാക്കാനായിട്ടേ ഏറ്റവും നല്ലത് എങ്ങനെയാ ഇതിങ്ങനെ ഇങ്ങനെ ആക്കാം. കണ്ട പപ്പടക്കാരാക്കണ പോലെയല്ലേ? ആ നീളത്തിലാക്കാം. കണ്ട അപ്പോൾ ഇതിന് ചെറുതായിട്ട് നമുക്ക് മുറിച്ച് കണ്ട് എടുക്കാം. വെളിച്ചെണ്ണ തടവൊന്നും ചെയ്യില്ലല്ലോ? ഒന്നും ചെയ്യില്ല. ഇതിന് വെളിച്ചെണ്ണ വളരെ കുറവുള്ളത്, വളരെ വില കുറഞ്ഞ പലഹാരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പൈസ ആയിരുന്നു. ഇതില് ഇനിയും അരിപ്പൊടി ഇനിയും പൊടി ഇടണം തോന്നുന്നു. ഇനി ഇങ്ങനെയാണ്ട് ആക്കിയിട്ട് ചേട്ടാ ഇനിയും പൊടി ഇടണം. ഒരു മിനിറ്റ് ഇതിരിക്കട്ടോ. ഇങ്ങനെ ഉരുളകളാക്കി ഇടാട്ടാ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞാൽ. അന്ന് മുരുകണ്ണനെ പിന്നെ നല്ല ബോൾ ഉരുട്ടല് മാത്രമല്ല നല്ല കൊള്ളിപ്പൊടി കിട്ടാല്ലേ, മായം ചേർത്ത കൊള്ളിപ്പൊടികളെല്ലാം കിട്ടുന്നത്. അപ്പോൾ അവർ നിർത്തി പരിപാടി. കണ്ടാ ഇങ്ങനെ ബോളുകളാക്കാം. നല്ല പണിയല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നല്ലല്ലോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചില്ല് കുപ്പികളിൽ പെട്ടിക്കടകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? 10 പൈസക്ക് 10 എണ്ണം കിട്ടും എൻ്റെ ചെറുപ്പത്തില്. 10 പൈസക്ക് 10 എണ്ണം കിട്ടുന്നു. വില കുറവാണോ? നല്ല ഭയങ്കര വില കൂടുതലാ. 10 പൈസക്ക് 10 എണ്ണം. 10 പൈസ ഒക്കെ നീ കണ്ടുണ്ടോ? ഒറ്റ പൈസ ചെറിയ ഭയങ്കര ചെറിയ ബോള്. അത് ചിലത് അളവ്. ചേട്ടൻ ചുക്കുണ്ടി ഉണ്ടാക്കണ പരീക്ഷണം ചെയ്തിട്ടാണ് ആകെ പൊള്ളി പരുവായിട്ട് നെഞ്ചത്തൊക്കെ പൊള്ളിയിട്ട് പൊട്ടി തെറിച്ചിട്ട്. എത്ര നാള് പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ. എത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും ചേട്ടൻ പിന്മാറിയില്ല. ഇതിന്റെ സീക്രട്ട് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മുരുകണ്ണനും കുമാരേച്ചി ചോദിച്ചു. അപ്പൊ അവരാ പറഞ്ഞത് വെള്ളം ചേർത്തിട്ടാണ് എപ്പോഴും കൊള്ളിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കണേന്നറിയാം. കൊള്ളിപ്പൊടി അപ്പൊ വെറുതെ വെള്ളം ചേർത്ത് കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. പൊട്ടി ബോംബ് പൊട്ടണ പോലെ പൊട്ടി. ചീനിച്ചട്ടിയിലെ വെളിച്ചെണ്ണയിൽ ഇട്ടപ്പോഴേ ബോംബ് പൊട്ടണ പോലെ പൊട്ടി തെറിച്ച് എൻ്റെ ഇവിടെ ഒക്കെ പൊള്ളി. ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ? കുറേ നാൾ പരീക്ഷിച്ചു. എന്തുട്ടി കാണണേ ഫാനിട്ടപ്പോ പതറിയതാണ്. അല്ല പതറിയതല്ല, എന്താ ചേട്ടന്റെ മനസ്സ് പതറിയപ്പോ? എന്റെ മനസ്സിന്റെ ചേട്ടൻ ഇപ്പൊ ഫാൻ ഇട്ടാലും ഇട്ടില്ലല്ലോ ഇങ്ങനെ തന്നെയാണ്.
ഞാൻ അടുത്തത് ഞങ്ങൾ ഉരുളകളാകട്ടെ. ചൂടാവും. ഇതാ ഞങ്ങളുടെ ഉരുട്ടൽ കഴിഞ്ഞിട്ടാ. ഇത് ഇങ്ങനെയാണ് കിടക്കുമ്പോ ഇങ്ങനെ പാത്രത്തിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടി നടക്കണം. ഇതാണ് അതിന്റെ പാകം. കണ്ട അപ്പൊ ഇനി നമുക്ക് സ്ഥലത്ത് ചീഞ്ചട്ടി കേൾക്കാൻ പോകണം. ഞാൻ കയ്യിൽ നിന്ന് കേട്ട് എന്നിട്ട് നമുക്ക് ചെയ്യാം. കഴിഞ്ഞ പരിപാടി. ഇനി നമ്മൾ ചീഞ്ചട്ടി കഴുകിയത് വീണ്ടും അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. ഇപ്പൊ ഒരു സൗണ്ട് കേൾക്കണ കിളിയുടെ സൗണ്ട് കേട്ടാ. ഈ സൗണ്ട് കേൾക്കാറില്ല കേട്ടാ. ഈ കുറച്ച് കിളികൾ ഇപ്പൊ പുതുതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ ഒറ്റ വീട് പോയതാവൂ. ഈ 2-3 മരങ്ങൾ ഇവിടുത്തെ വെട്ടിയപ്പോ മരം പോയി എന്ന് പറഞ്ഞിട്ട് മരങ്ങള് അല്ല അവരുടെ വീട് പോയി എന്ന് പറഞ്ഞിട്ട് കരയാവൂ. ചിലപ്പോ അങ്ങനെയായിരിക്കും. സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട് ഇതുപോലെ. മരം വെട്ടിയപ്പോ ആ വെട്ടിയ കുറ്റിയും ഇരുന്നിട്ട് കൂടൊക്കെ നഷ്ടപ്പെട്ട അതിൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു കിളി കരയണ കിളിയുടെ ആത്മരോദനമായിട്ടൊരു കവിത കേട്ടിട്ടുണ്ട് ചേട്ടൻ? കേട്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് അല്ലത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവും ആ കവിത. ഞാൻ അത് കാജുവിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാജു മലയാള റെസിറ്റേഷന് പാടിയിട്ട് ഫസ്റ്റ് കിട്ടി സ്കൂളിൽ. വാ ഇങ്ങോട്ട് വാ. നമ്മുടെ ചീഞ്ചട്ടി ചൂടായി ഇറങ്ങി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതേ നമ്മുടെ തൃക നമ്മുടെ ഞങ്ങൾ വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്നു. നമ്മുടെ വെളിച്ചെണ്ണ ആട്ടിയിട്ട് എത്ര 18 കിലോ വെളിച്ചെണ്ണ കിട്ടി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കാന്ന് വെച്ചു. നല്ലപോലെ ഓർഡർ ഉണ്ട് കേട്ടാ. കുറെ പേര് നമ്മുടെ ഇതിൽ കമന്റില് കുറെ പേര് ഓർഡർ ചെയ്തൊന്നുമില്ലേ. അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ സാധനം ഒരു എല്ലാം കൂടി ഇടാൻ പോവാ. ഇതിടുന്നു. അയ്യോ ഇത് കയ്യൻ്റെ ടച്ച് ചെയ്യാൻ ഡനി. ഒക്കെ കൂടി ഇട്ട് ഒട്ടി പിടിക്കോ ചേട്ടാ? അങ്ങനെയല്ല, ഇത്തിരി കൂടി പൊടിയാവാമായിരുന്നു കേട്ടോ. അത് ഇത്തിരി കൂടി പൊടിയാവാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി കൂടിയും ഡ്രൈ ആവൊക്കെ. എന്തായാലും ഞാൻ ഇങ്ങനെ ഉരുട്ടുമ്പോൾ പറഞ്ഞാ, ഞാൻ മലയാളത്തിലല്ല പറഞ്ഞ, ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട് കുറച്ചും കൂടി പൊടി ഇടാൻ. ഇത്തിരി കൂടി സാധനം ഉണ്ടായേനെ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് ചെയ്ത് പറയണേ. ഇളക്കൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി ഇറങ്ങാം നമുക്ക്. ആരോടെ പറയണെന്നാ അന്നേരം ഈ തൂണിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവും. അല്ല പിന്നെ നീ വന്നിരുന്നല്ലോ, പിന്നെ വന്നിരുന്നിട്ട് പിന്നെ ഇനി വീണ്ടും പൊടിയിട്ടിട്ട് ആക്കണ്ട വെച്ചിട്ടുണ്ട്. ചാർലി ചാർലി കുട്ടാ ഇളക്കണോ? അതല്ല, അത് ഒരുമിച്ചിടേണ്ട ഒരാവശ്യം ചേട്ടനത് കഴിഞ്ഞിട്ട് ഓടാണ്ടാ. അല്ലല്ല, അത് ഇതുകൊണ്ട് ഇളക്കാൻ പറ്റില്ല, ടീസ്പൂൺ വേണം. ഞാനത് അത് ഇളക്കാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വേണ്ട, എനിക്കൊരു സ്ഥലത്തേക്കും പോകാല്ലേ. കണ്ട ഇങ്ങനെ ഇളക്കണം, ഇങ്ങനെ ഇളക്കാം. മറ്റേ സാധനം കൊണ്ടേ ഇത് ഇതുകൊണ്ട് ഇളക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ശരി. എനിക്ക് ഇതുകൊണ്ട് ഇളക്കുമ്പോൾ ഇതിന് കനം കൂടുതലല്ലേ സരിത, ഇത് നിന്ന് തടയാ. വിറകെടുക്കണ ഒരു വിറക് വേണമെങ്കിൽ വെക്കാം. പൊക്ക വിട്ട് വിട്ട് പോകാൻ തുടങ്ങിയിട്ടാ. ഇപ്പം എല്ലാം വേറെ വേറെ ഇല്ല സരിത. ഒരു 3-1 വേവാകുമ്പോൾ ഇവനെ കോരിയെടുക്കൂട്ടാ. അല്ലേ, എന്നിട്ട് ചൂടാറിയിട്ട് വീണ്ടും ഇടും. അപ്പൊ 2 സ്റ്റെപ്പായിട്ട് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ?
എന്തിനാ രണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടിട്ട് അത് ആവണ കഴിയുമ്പോ അത് ഇടുക. അല്ല അപ്പൊ അത് ചൂടാറും. ഇതൊരു കുഞ്ഞ പാത്രത്തിലേക്കുള്ളോ. മുരുകണ്ണൻ കുമാരേച്ചും പറയാ അവരെ കയ്യിലേ വലിയ ചീഞ്ചട്ടിയാണ്. നിന്റെ അയലോക്കത്തല്ല അടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നേ. അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇവരെ വീടിന്റെ പുറത്താണ് ഉണ്ടാക്കണ്ടായിരുന്നേ. അവര് വലിയ ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കാന്ന്. ഇതിപ്പോ 1/3 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കോരി എടുക്കാം. എങ്ങനെ മനസ്സിലായി 3/1? അതെൻ്റെ ഒരു ഐഡിയ ആണ്. ഇത് അതിനൊരു ചെറിയൊരു കോരി ഇതിരിക്കുന്ന എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും കാണാനില്ലല്ലോ. വെളിച്ചെണ്ണ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണ്ടായിരുന്നു. എന്തുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതായിട്ടില്ല, തീരായിട്ടില്ല. തീ കത്തണം. തീ കത്തിയില്ലെങ്കിൽ ഒക്കെ വെളിച്ചെണ്ണ കുടിക്കും. കണ്ട തീ കത്തുള്ളൂ ചേട്ടാ. തീ കത്തല കുറവല്ല. ഇന്ന് ചൂടാറട്ടെ. ഒന്ന് ചൂടാറട്ടത്. ഇപ്പൊ അത് ചൂടാറിൻ്റെ ഒരുവിധം. അതെങ്ങനെ? ഞാൻ അതിന് തൊട്ട് നോക്കി ഒരു പൊട്ട് വെളിച്ചെണ്ണ വേണ്ടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പൊട്ടല്ല, ശരിക്കും വെളിച്ചെണ്ണ വേണ്ട. പിന്നെ ഇത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ നേരത്തെ തന്നെ എത്രയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതായേനെ. അങ്ങനെ ഒരു വട്ടമല്ല, 2 വട്ടമായിട്ട് പറക്ക ഒരു. പക്ഷെ അന്ന് നമ്മൾ ഉണ്ടാക്കി ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ചേട്ടൻ ചെയ്തേ. പിന്നെ വീട്ടിലുണ്ടാക്കാറില്ല അല്ലേ? പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കൊള്ളിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ലേ? കൊള്ളിപ്പൊടി വാങ്ങിച്ചുകൊണ്ടാക്കിയിട്ട് വായിക്ക് കൊള്ളില്ലല്ലോ. വാങ്ങിച്ച കൊള്ളിപ്പൊടി ഉണ്ട് ഒരു വട്ടം ഉണ്ടാക്കി. ഇഷ്ടം പോലെ കൊള്ളിപ്പൊടി ഉണ്ട് അല്ലേ? രഘുവിന് മറ്റേ പൊടിയുടെ പുട്ടിനേക്കാൾ ഇഷ്ടം കൊള്ളിപ്പുട്ട്. കൊള്ളിപ്പൂട്ടിന്റെ ടേസ്റ്റ് കറിയൊന്നും വേണ്ട. കൊള്ളിപ്പൂട്ടിന്റെ ടേസ്റ്റേ ഒന്ന് വേറെ തന്നെയാ. ഇടാ ചൂടായില്ലേ വെളിച്ചെണ്ണ ചേട്ടാ. അത് വീണ്ടും ഇതിരിക്കുന്നു. തീ കത്തുള്ളി ചേട്ടാ. ഒരു മിനിറ്റ്, തീ കത്തിക്കട്ടെ. അതിന്റെ ഉള്ളിലാ ഇളക്ക് സരിത, ഇളക്ക് സരിത, ഇളക്ക്. ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ കേട്ടില്ലല്ലോ. എന്നിട്ടാ ഇതിന്റെ ഉള്ളില് കടന്നലും കൂടി. നമുക്ക് കളയാം. അച്ഛനത് കളയണേ, കുത്ത് കിട്ടണത് വേറെ അച്ഛൻ കളയില്ലേ. ഇതാട്ടാ നോക്കിയേ സരിത ഇളക്കണ്ട. ഇതെന്തെങ്കിലും പൊന്തി വരുന്നു. ഏത് തീ കത്തിച്ചോ? ഏത് പൊന്തി വരുന്നു? മേശേ അല്ല സ്റ്റൂളേ. നിനക്ക് അത് മുന്നേ ഇളക്കാൻ സുഖ. എന്നാ നന്നായി തീ കത്തണം. കൊള്ളിയില് കാർബോഹൈഡ്രേറ്റ് അല്ലേ മുഴുവൻ. മൊരിയില്ല ഇപ്പോൾ. മൊരിയും ഇതാട്ടാ മുറുകി വരുന്നു കേട്ടത്. സരി തിളക്കിയ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുറുക്കി ഇതായി നോട്ടെ. ഏതാണ്ട് ഈ പരുവാകുമ്പോഴാണ് എടുക്കണ്ടേ തുടക്കം തന്നെ. എന്നിട്ട് അവിടെ വെച്ചിട്ട് അടുത്ത 2 സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് എടുത്ത് വറുത്ത് കോരി കഴിയുമ്പോൾ ആദ്യം വറുത്ത് കോരി വെച്ച് വീണ്ടും ഇടും. എന്നിട്ട് ഇട്ട് ജസ്റ്റ് ഒന്നാവുമ്പോൾ തീ എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണ്. ഇതുകൊണ്ട് ഇളക്കാൻ വേണമെങ്കിൽ മുരിയാണ്ട്. തീ കത്തിയപ്പോൾ കണ്ട വെളിച്ചെണ്ണ കുടിക്കില്ലേ? അതെ വെളിച്ചെണ്ണ അതിൽ മുഴുവൻ ഒഴിച്ചത് തന്നെയുണ്ട്. നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. സരി തീ ശരിക്കും എത്താണ്ടിരുന്നത്. ഇതതിന് മറ്റേ അടുപ്പമ്പിലാണെങ്കിൽ സുഖമായിരുന്നു അല്ലേ? ഗ്യാസ് അടുപ്പമ്പിലാണെങ്കിലേ കറക്റ്റ് തീ കിട്ടിയത്. അടുപ്പ് ശരിക്കും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. അതേ മുരിഞ്ഞ് വരുന്നു. കാപ്പി വെച്ചോണ്ടിരുന്ന കാപ്പി വെച്ചോ ഇത് കഴിഞ്ഞിട്ട് മതി. ചൂടാറുമ്പോഴേക്കും കാപ്പി റെഡി ആക്കാലോ. കിലും കേട്ടാ. നമ്മുടെ ശുദ്ധമായ ഒരു മായില്ലാത്ത ചുക്കുണ്ട് അല്ല തരുത. ഉപ്പ് മാത്രമേ പുറത്തുള്ളൂ. മുളക് പൊടി നമ്മൾ വാങ്ങിച്ച് പൊടിപ്പിച്ചതാണ്. മുളകിൽ നമ്മുടെ കുറേ മുളകുണ്ട്. കൂടെ നമ്മുടെ കുറേ പഴുത്ത മുളക് ചേർത്ത് ഉണക്കിയിട്ട് പൊടിച്ചേക്കണം. ഇനി കുറേ ഉണ്ട്. എടുക്കാല്ലേ നമുക്ക്? മുരിഞ്ഞിട്ട് ഇനി തന്നെ ഇരുന്ന് മുറുകും. കളറായില്ലേ? നല്ല കളറായില്ലേ? മുന്തിരി ഇതാക്കിയ പോലെ ഉണക്കമുന്തിരി പറഞ്ഞോ. അത് കോരി ചേട്ടൻ കരിയും പൊളിക്കും. കോരി ഇരിക്കുന്നു കേട്ടാ.
സാരിത് ഒരു തുണ്ട് വെളിച്ചെണ്ണ പോലും പോയില്ലേ നോക്കിയേ. നിന്റെ ഐഡിയ അടിപൊളി. കണ്ട ആ വെളിച്ചെണ്ണ ആയില്ലേ നിന്റെ എന്തുട്ട ഐഡിയ? ഇത് നീ ആ പട്ടി കിടന്ന് ഉരുളണത്. പട്ടികള് ആ ഷീറ്റുമ്മ കേറിട്ടേ കോഴികളെ പേടിപ്പിക്കുക. ഇത് സാധനം സെറ്റ് അല്ല. നോക്ക് വെളിച്ചെണ്ണ നോക്കി ഒഴിച്ചു നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത് ഒഴിച്ച് വെളിച്ചെണ്ണ അങ്ങനെയുണ്ട്. ഒരു തുണ്ട് വെളിച്ചെണ്ണ പോലും ഇതായി പോയില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി അടിപൊളിയായിട്ട് തീ കത്തുട്ടാ, കാരണം ഇവിടെ ആവശ്യം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മനോഹരമായി ചുക്കുണ്ട. ഇത് ചൂടാറി വരുന്നുള്ളൂ കേട്ടാ. എന്തൊരു ഇതാകെ കൂട്ടല്ലൂരത്തെ ശോഭ സിറ്റിയിലെ ഫ്ലാറ്റ് നമ്മുടെ അടുത്താ. ഇനി ആ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞോളൂ ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ചുക്കുണ്ടാന്ന് പറഞ്ഞ വസ്തു നിങ്ങൾ ഉണ്ടാക്കുക. അടിപൊളി സാധനം കേട്ടോ. ഇതിപ്പോൾ കഴിക്കും. തൈര് ഉപ്പ് കൂടുതലുണ്ട്, കുറച്ചുകൂടി പൊടിയിട്ടെങ്കിൽ കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.